ആസന്ന നിലയിലാണ്. ഇങ്ങനെ മൂത്ത മകനെ അയച്ചു വരുത്തി. അദ്ദേഹം വന്നു. അദ്ദേഹം നല്ല സൗകര്യത്തിലാണ്. UK പുള്ളി ഇവിടെ വന്ന് ഏതോ ബിഷപ്പിനെയോ അതുപോലെയുള്ള ആരെയും വിളിച്ചു ഈ ഒരു പ്രാർത്ഥന നടത്താൻ വേണ്ടി. മൂപ്പിലാറ്റുമാരൊക്കെയായിരുന്നു, ആശുപത്രിയിലാണ്. പ്രാർത്ഥന നടത്താൻ ബിഷപ്പ് ഒരു 10-150 കിലോയുള്ള ഒരു ബിഷപ്പ് വന്ന് പ്രാർത്ഥനയൊക്കെ നടത്തി. അതുവരെ ചുമ്മാ ഇരുന്ന ഈ അച്ഛൻ പ്രാർത്ഥന തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ ഒപ്രാളമൊക്കെ കാണിക്കാൻ തുടങ്ങി. ഒപ്രാളമെല്ലാം കാണിച്ചിട്ട് പുള്ളി എന്തോ പറയാൻ ശ്രമിക്കുന്നു. മൂക്കിലൂടെയൊക്കെ ഓക്സിജനാണ്, ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു പേനയും പേപ്പറും പെൻസിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ആരോ കൊണ്ട് കൊടുത്തു. പുള്ളി എന്തോ എഴുതി ഈ ബിഷപ്പിൻ്റെ കൊടുത്തു. അദ്ദേഹം ആവശ്യം ഏതോ ഒരു പോക്കറ്റ് ഇട്ട് ബാക്കിയും കൂടെ പ്രാർത്ഥിച്ചു. മൂക്കില് അപ്പം തന്നെ തീരുമാനിച്ചു. ബിഷപ്പ് തിരിച്ചു വന്ന് ഒരു പാക്കേജ് ആയിരുന്നു. അന്തിയോദാശി എല്ലാം കഴിഞ്ഞാണ് പോയത്. തിരിച്ചു വന്ന് രാത്രി ഇങ്ങനെ വെറുതെ ചരിതശയിൽ വിശ്രമിക്കുമ്പോൾ എല്ലാവരും എന്തോ എഴുതി തന്നായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഇതെടുത്ത് നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നു, അച്ഛാ ദ്രോഹി, നീ ചവിട്ടി നിൽക്കുന്നത് എനിക്ക് ഓക്സിജൻ വരുന്ന പമ്പിലാണ്. ഇങ്ങനെയുള്ള നിരവധി തമാശകൾ. സുകുമാർ അഴീക്കോടിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, സുകുമാർ അഴീക്കോട് സുകുമാറിനോട് പറഞ്ഞു, എന്റെ പേര് പലരും ഇവിടെ ട്രൈ ചെയ്യുന്നുണ്ട്. സാറ് പറഞ്ഞു, ഞാനിത് അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ഫലത.